കത്തിയ കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന വിഷവസ്തുക്കൾ ഉണ്ട് എന്നാണ് വിവരം. മാരിടൈം ഓർഗനൈസേഷന്റെ പ്രകാരം ക്ലാസ് 6-1 വരുന്ന കീടനാശിനികൾ ഉൾപ്പെടുന്ന വസ്തുക്കളാണ് കപ്പലിനകത്ത് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KR സാജു തിരുവനന്തപുരത്ത് നിന്ന്, ഷിത കോഴിക്കോട് നിന്നും. ആദ്യം സാജു, ഈ കപ്പലിനകത്തുള്ള രാസവസ്തുക്കൾ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണോ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് പറയുന്ന രേഖ എന്ന് പറയുന്നത് ഈ കപ്പലിലുള്ള മാരകമായ വസ്തുക്കളുടെ പട്ടിക അടങ്ങിയ, അതായത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാവുന്ന അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ പട്ടികയാണ്. അത് 28 പേജുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അളവ് എത്രത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കീടനാശിനികൾ 6-1 എന്ന കാറ്റഗറിയിൽ പെടാവുന്ന കീടനാശിനികൾ വലിയ തോതിൽ ഉണ്ട്. ഇത് മാരക വിഷം അടങ്ങിയതാണ്. ഇത് ക്ലാസ് 6-1 എന്നിൽ വരും. ഏതാണ്ട് 20 കണ്ടെയ്നറുകളിലായി 1.83 ലക്ഷം കിലോഗ്രാം ബൈപെർഡിലിയം കീടനാശിനിയാണ് ഇതിനകത്ത് ഉള്ളത്. മറ്റൊന്ന് ഒരു കണ്ടെയ്നറിലായി 27.786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുമുണ്ട്. അതുപോലെ ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥൈലിൻ ഡൈസോഡൈനേറ്റ് തുടങ്ങിയ ജീവന് ഭീഷണി ഉയർത്താവുന്ന മറ്റു കീടനാശിനികളും രാസവസ്തുക്കളും ഈ കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ്. പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ, അതുപോലെ ട്രൈക്ലോറോ ബെൻസീൻ എന്ന ലിഥിയം ബാറ്ററികൾ എന്നിവയുണ്ട്. 167 പെട്ടികൾ ലിഥിയം ബാറ്ററികൾ ഉണ്ട് എന്നാണ് നമ്മുടെ കൈവശമുള്ള ഈ രേഖയിൽ പറയുന്നത്. 40 കണ്ടെയ്നറുകളിലായിട്ടാണ് തീപിടിക്കുന്ന ദ്രാവകങ്ങൾ ഉള്ളത്. അത് ക്ലാസ് 3 വിഭാഗത്തിൽ പെടുന്നതാണ്. എഥനോള്, പെയിന്റ്, ടർപ്പൻറ്റൈൻ, പ്രിന്റിംഗ് ഇങ്ക്, അതുപോലെ തന്നെ ഈഥൈൽ, മീഥൈൽ, കീറ്റോൺ എന്നിവയാണ് ഈ ക്ലാസ് 3യിൽ പെടുന്ന വസ്തുക്കളായി അത് തീപിടിക്കുന്ന ദ്രാവകങ്ങൾ എന്ന നിലയ്ക്ക് ഇതിനകത്തുള്ളത്. 19 കണ്ടെയ്നറുകളിലാണ് തീപിടിക്കുന്ന ഖരവസ്തുക്കൾ ഉള്ളത്. അത് ക്ലാസ് 4.1 എന്ന് വിശേഷിപ്പിക്കുന്ന, അതിനകത്ത് ആൽക്കഹോൾ അടങ്ങിയ നൈട്രോ സെല്ലുലോസ് ഉണ്ട്, അതുപോലെ തന്നെ നാഫ്തലിനുണ്ട്. തീപിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ 4 കണ്ടെയ്നറുകളിലുണ്ട്. പാരാഫോർമാൽഡിഹൈഡ് എന്നിവയും ഉണ്ട് എന്നതാണ് ഈ രേഖയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന രാസവസ്തുക്കളും ഇതിനകത്തുണ്ട്. പെട്ടെന്ന് തീപിടിക്കുന്ന 4.2 ക്ലാസ്സിൽ പെടുന്ന രാസവസ്തുക്കളും ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. റിസൈൻ സൊല്യൂഷൻ ഉണ്ട്, അത് ഫ്ലേമബിൾ ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ ഹസാഡിയസ് സബ്സ്റ്റൻസ് ആയി സോളിഡ് ബെൻസോഫൈൻ 1 ഉണ്ട്. അത് ഏതാണ്ട് 8 ഡ്രമ്മുകൾ ഉണ്ട് എന്നുള്ളതാണ്. റിസൈൻ സൊല്യൂഷൻ 80 ഡ്രം ഉണ്ട് എന്ന് കൂടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നൈട്രോസെല്ലുലോസ് വിത്ത് ആൽക്കഹോൾ അത് 360 ബോക്സ് ഉണ്ട് എന്നുള്ളതാണ്. 11,216 കിലോയോളം ഇത് വരും എന്നുള്ളതാണ്. ഇത് ഇത്തരത്തിൽ ഏതാണ്ട് 28 പേജുകൾ ആയിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സ് മാനിഫെസ്റ്റ് എന്ന നിലയിലുള്ള വിശദാംശങ്ങളാണ് ഈ കപ്പലിലെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വാൻഹായ് എന്ന് പറയുന്ന ഈ കപ്പലിലുണ്ടായിരുന്ന, വാൻഹായ് 503 എന്ന കപ്പലിലുണ്ടായിരുന്ന ഡേഞ്ചറസ് ഗുഡ് മാനിഫെസ്റ്റ് ആണ് ഇപ്പോൾ കസ്റ്റംസ് വഴി പുറത്തു വന്നിരിക്കുന്നത്. കസ്റ്റംസിനാണ് ഇത് കപ്പൽ കമ്പനി സാധാരണ നിലയിൽ കൈമാറാനുള്ളത്. അതിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മുടെ കൈവശം ഉള്ളത്. ഇതുവരെയും നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ കപ്പൽ വളരെ മാരകമായ കീടനാശിനികൾ അടങ്ങിയ ഗുഡ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. സ്വാഭാവികമായും അത് എത്തിച്ചേരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ്. പരിസ്ഥിതിക്കുണ്ടാക്കാൻ പോകുന്ന നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്തുള്ളതെല്ലാം ഗുരുതര സ്വഭാവമുള്ള രാസവസ്തുക്കളാണ്. അവയാവട്ടെ ഏതെങ്കിലും നിലയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, കപ്പൽ വരുതിയിലാക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ അടുത്തേക്ക് പൂർണ്ണമായി അടുക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് നല്ല ഡാമേജ് ഉണ്ടാവാൻ, കടൽ മലിനമാവാൻ, അത് കലരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതല്ല മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇവ കടലിൽ കലരാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. കാരണം കപ്പൽ ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമല്ല. അതിലെ തീ എന്നുള്ളത്, കപ്പൽ ഇപ്പോൾ നേരത്തെ ഫ്ലോട്ടിംഗ് ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, അവിടെ തന്നെ കിടന്ന് കത്തുക എന്നിടത്തേക്കാണ് പോകുന്നത്. സ്വാഭാവികമായും ഇന്നലെ പലതവണ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കറിയാം, കണ്ടെയ്നറുകളിൽ പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലെ പല രാസവസ്തുക്കളിലും കടലിലേക്കാണ് കലരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കാനുള്ള
ശേഷിയുള്ള വസ്തുക്കൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതിൽ ഏറ്റവും മാരകമായ രീതിയിലുള്ള കീടനാശിനികൾ അടങ്ങുന്നുണ്ട്. അവ കടലിൽ കലരുമ്പോൾ അതിനുണ്ടാകാവുന്ന സാഹചര്യം പെട്ടെന്ന് തീപിടിക്കാവുന്ന വസ്തുക്കളുണ്ട്. അപ്പോൾ കൂടുതൽ തീ ആളിപ്പടരാനുള്ള സാധ്യതകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ വലിയ തോതിലുള്ള വസ്തുക്കൾ, വലിയ മാരകമായ വസ്തുക്കൾ അടങ്ങിയ കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം, അത് തീരത്തെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അനിവാര്യമായും നടത്തേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കേരള തീരത്തേക്ക് എത്തുമോ എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് ഈ ഘട്ടത്തിലും ലഭിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ കപ്പൽ എൽസ 3 മറിയുന്ന സമയത്ത് അത് കേരളത്തിന്റെ ഇന്ന തീരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, അതിനാൽ അപകടകരമായ വസ്തുക്കളുണ്ട്, അതിനാൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല. അങ്ങനെ കോസ്റ്റ് ഗാർഡിൽ നിന്നോ മറ്റോ ഇത് കേരള തീരത്തേക്കോ ഒഴുകിയെത്തും എന്ന നിലയ്ക്ക് തന്നിട്ടില്ല, അത്തരത്തിൽ ഒരു നിർദ്ദേശം തന്നിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെയും മറ്റും വിശദീകരിച്ചിരുന്നത്. സ്വാഭാവികമായും ഇന്നിക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. ഇപ്പോൾ ഇത് ഡയറക്ടർ ജനറൽ, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന രേഖ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുള്ളതാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഈ രേഖ കൈമാറിയിരിക്കുന്നത്. ആ രേഖയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ രേഖയിലാണ് ഏറ്റവും മാരകമായ വിഷാംശങ്ങൾ ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. അതായത് കപ്പലിലെ കീടനാശിനികൾ ഡ്രമ്മുകളിൽ, വീപ്പകളിലാക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 800 ഡ്രമ്മുകൾ ഉള്ള മറ്റൊരു കണ്ടെയ്നറിൽ 27,780 ഗ്രാം തൂക്കമുള്ള എഥൈൽ ക്ലോറൈഫോമേറ്റ് അടക്കമുള്ള വിഷാംശങ്ങളും ഉണ്ട്. ഇത് ഈ രാസവസ്തുക്കളും ഉൾപ്പെടുന്നതാണ്. ഇത് കടലിൽ പരക്കുന്നതോടുകൂടി ജലമലിനീകരണം ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഏറ്റവും ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇതിലുള്ള കൂടുതൽ കപ്പലിൽ 20 കണ്ടെയ്നറുകളിലായിട്ടാണ് കത്തുന്ന ഖരവസ്തുക്കൾ ഉള്ളത്. ഇതിൽ 2 കണ്ടെയ്നറുകളിൽ വിവരങ്ങൾ നൽകുന്നത് അങ്ങേയറ്റം വിഷ സ്വഭാവമുള്ള സാമഗ്രികളാണ് ഈ കപ്പലിനകത്തുള്ളത് എന്നാണ് നമ്മളിപ്പോൾ കാണുന്നതാണ്. ഈ പറയുന്ന സ്ക്രീനിന്റെ വലതുവശത്ത് കാണാം എന്തൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതര സ്വഭാവം ഉള്ള വിഷാംശമുള്ള കീടനാശിനികൾ അടക്കമുള്ളവയാണ്, രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ ഡൈമിഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന സംഗതി. അത് കൊടും വിഷമാണ് എന്ന് പറയുന്നു ഗൂഗിള്. അത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ, അതിൻ്റെ നീരാവിയായി വന്നാൽ അത് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ശ്വാസകോശത്തിൽ വീക്കം ഉണ്ടാകാം, മാരകമായ ശ്വാസകോശ നാശത്തിന് കാരണമാകാം. ആദ്യം ഉണ്ടാകുന്ന തലവേദന, തലകറക്കം, ചുമ അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ അത് പിന്നെ മരണത്തിന് വരെ കാരണമാകുന്നതാണ്. ഗുരുതരമായ വിഷമാണ്, അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറയുന്നു നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ. അങ്ങനെ ഇതിൽ നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ വളരെയധികം വിഷാംശമാണ്. ദഹനനാളത്തിന് കേടുപാടുകൾ വരികയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാവുന്ന ഒന്നാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന ഈ പട്ടികയിൽ കാണുന്ന പല രാസവസ്തുക്കളും ആ വായുവിൽ കലർന്നാലോ വെള്ളത്തിൽ കലർന്നാലോ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയും പ്രവേശിക്കുകയോ ചെയ്താൽ വലിയ തോതിലുള്ള അപകടം ഉണ്ടാക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഒരു വേള മരണത്തിന് പോലും കാരണമാകാൻ കഴിയുന്ന ഗുരുതര സ്വഭാവമുള്ള രാസവസ്തുക്കൾ നിറഞ്ഞ ഒരു കപ്പലിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കപ്പലിനടുത്തേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ അതുൽ പിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ തീ കെടുത്തണമെങ്കിൽ ഒന്നുകിൽ ഓക്സിജൻ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രാസവസ്തുവിനാണോ തീ പിടിക്കുന്നത് ആ രാസവസ്തുവിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ കഴിയണം. ഇത് രണ്ടും കഴിയുന്നില്ല. ആ രാസവസ്തു എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഓക്സിജൻ കട്ട് ചെയ്യാൻ കഴിയുന്നില്ല. വെള്ളം ഒഴിപ്പിക്കുക, അത് കൂൾ ചെയ്യുക, വെള്ളം ഒഴിച്ചൊഴിച്ച് കെടുത്തുക എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ ശ്രമിക്കുന്നു. നേവിയുടെ കപ്പൽ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലേക്ക് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ആകെയുള്ളത് കപ്പൽ ഒഴുകി നടക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഇന്നലത്തേത് മാറി ഇന്നിപ്പോൾ കുറച്ച് സ്റ്റേബിളാണ് എന്നാണ് ഷിപ്പിംഗ് അധികൃതർ അറിയിക്കുന്നത്. അതിനപ്പുറം അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ആ സ്ഫോടനത്തിൽ അതിലുണ്ടായിരുന്ന 4 പേർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ എന്നുള്ള ആശങ്ക അവിടെ ഉണ്ട്. ആ 4 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 18 പേരെ കൊണ്ടുവന്നതിൽ 2 പേരുടെ നില അങ്ങേയറ്റം ഗുരുതരമാണ്. അതിൽ 2 പേർക്ക് ശ്വാസകോശത്തിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക്
അവർ സർവൈവ് ചെയ്യുമോ, അവർ അതിജീവിച്ചോ, അവരുടെ ആരോഗ്യനില ഓക്കെ ആണോ എന്ന് പറയാൻ 48 മണിക്കൂർ മുതൽ ഒരു 1 വീക്ക് വരെ സമയം, ഒരാഴ്ച വരെ സമയം എടുത്തേക്കുമെന്നാണ് മംഗലാപുരത്തെ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വലിയൊരു ഭയാനകമായ അപകടം ഉണ്ടായിരിക്കുന്നു. ആ അപകടം 18 പേരെ രക്ഷപ്പെടുത്തി, ബാക്കി 4 പേരുടെ കാര്യം എന്നതിൽ അവസാനിക്കുന്നില്ല. ആ കപ്പലിനകത്തുള്ളത് മുഴുവൻ മാരക സ്വഭാവമുള്ള രാസവസ്തുക്കളാണ്. അവയുടെ കാര്യത്തിൽ ഒരു കൺട്രോളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവ കടലിൽ വീഴുന്നതോ അല്ലെങ്കിൽ കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന്, മുങ്ങിപ്പോയാലുണ്ടാകുന്ന അപകടം ഭീകരമായിരിക്കും. കാരണം ഈ പറയുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ പിന്നെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിലേക്കാണ് ഇപ്പോൾ പ്രധാനമായി ഊന്നൽ. സാജു, ഈ കപ്പലിനെ വീണ്ടെടുക്കുക എന്നത് സാധ്യതമായൊരു കാര്യമാണോ? തീ അണഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ എന്ത് ചെയ്യണം? കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന കമ്പനി നടത്തുന്നത് കേൾക്കുന്നു. പക്ഷേ ഈ എന്തുമാത്രം റിസ്ക് എലമെന്റ്സ് അതിനകത്തുണ്ടെന്നാണ് കാണുന്നത് ഇപ്പം നമ്മൾ? തീ പൂർണ്ണമായും അണയാതെ ഒരു വിധത്തിൽ കപ്പൽ അവിടെ നിന്ന് നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആലോചിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്തുള്ള വസ്തുക്കളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. ഇതിനകത്ത് സ്വയമേ തീപിടിക്കാവുന്നത് അടക്കമുള്ള വസ്തുക്കളുടെ വലിയ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് നീക്കാൻ ശ്രമിക്കുന്ന എന്ത് പ്രവർത്തനവും ഒരു വിധത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ കപ്പൽ അവിടെ നിന്നും മാറ്റുക, അല്ലെങ്കിൽ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞാൽ മാറ്റുക എന്നുള്ളത്. ഇപ്പോഴും കപ്പലിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭാഗത്തെ തീ അണച്ചിട്ടുണ്ട്, മറ്റു ഭാഗത്തു നിന്നും ഇപ്പോഴും പുകച്ചുരുളുകൾ അടക്കമുള്ളവ ആകാശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമല്ല വാൻഹായ് 503 ഇത് എന്ന കാര്യത്തിൽ വ്യക്തത ഈ ഘട്ടം. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കപ്പലിലെ തീ ഇപ്പോഴും പൂർണ്ണ നിയന്ത്രണ വിധേയമായിട്ടില്ല. കപ്പലിലെ തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നു. കപ്പലിന്റെ മുൻഭാഗത്താണ് ഇപ്പോൾ തീ പിടിക്കുന്നത്. ഇന്ധന ടാങ്കിന്റെ പരിസരത്തേക്ക് തീ വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അതിൻ്റെ ഒരു വലിയ അപകട സാഹചര്യം, റിസ്ക് എലമെന്റ് അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നേവിയുടെ പല കപ്പലുകൾ അവരുടെ സാധ്യമായ എല്ലാ പരിശ്രമവും ഈ തീ കെടുത്താൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം നമ്മൾ ഈ സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്നത് കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് നിറച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ്. അവ പലതും വലിയ വിഷം ഉള്ളവയാണ്. ഇപ്പോൾ ഈ പറയുന്ന ട്രൈക്ലോറോ ബെൻസിൻ 26 ടൺ ഉണ്ട്, ഡയോസിറ്റോൺ ആൽക്കഹോൾ 24 ടൺ, പെയിന്റ് 17 ടൺ ഉണ്ട്. ഇതൊക്കെ കടലിൽ പടർന്നാൽ അല്ലെങ്കിൽ വീണാലുള്ള അവസ്ഥ എന്താണ് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ കാണുന്ന ബഹുഭൂരിപക്ഷം രാസവസ്തുക്കളും ശ്വാസകോശത്തിന് ഗുരുതരമായ പരിക്കുണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. ഇത് ഒരു ഇവാപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ നീരാവിയായിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ കടലിൽ വീഴുകയോ വെള്ളത്തിൽ കലരുകയോ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്താൽ നമ്മുടെ അന്നനാളത്തിന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പരിക്കുണ്ടാക്കാൻ കഴിയുന്നത്. ചിലവയൊക്കെ നമ്മളെ വളരെ വേഗം മരണത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഗുരുതര സ്വഭാവമുള്ള രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളതെന്നാണ് ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം തന്നെ പുറത്തുവിടുന്ന ഈ കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊരു സാധാരണ കപ്പൽ അപകടമല്ല. ഈ കപ്പൽ അപകടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കപ്പലിനെ രക്ഷിക്കുക എന്നത് വലിയ ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു നമ്മുടേത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള വലിയ അപകടം. 18 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു, 4 പേരെ കാണാനുണ്ട്. രക്ഷപ്പെടുത്തിയ 18 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവർക്ക് പരിക്കേറ്റിരിക്കുന്ന ശ്വാസകോശത്തിനാണ്. അത് എക്സ്പ്ലോഷനിലുണ്ടായിട്ടുള്ള പരിക്കാണോ അതോ ഇത് ശ്വസിച്ചുണ്ടായ പരിക്കാണോ എന്നതിന് ഇനി ആശുപത്രി അധികൃതർ വ്യക്തത തരണം. എന്തായാലും ആ ഉണ്ടായ സ്ഫോടനം എങ്ങനെയാണ്, ആ സ്ഫോടനത്തിൻ്റെ ഒരു വ്യാപ്തി എന്തുമാത്രമാണ്, ഇന്ധന ടാങ്കിനടുത്തേക്ക് തീ പടരുമോ, അതിനു മുമ്പ് ഇത് കെടുത്താൻ കഴിയുമോ പോലെയുള്ള വളരെ ആശങ്കാജനകമായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട്.